എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ട്, ഇപ്പം അച്ഛൻ പുരോഹിതനാണ്, വൈദികരാണ്, എപ്പോഴും സന്തോഷമായിരിക്കും, ഇനി ദുഃഖങ്ങളൊന്നും വരാനില്ല. കാരണം എപ്പോഴും യേശുവിനോട് അടുത്താണ് നിൽക്കുന്നത്, അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സങ്കടമില്ല, കാരണം ഒരു തെറ്റുകളും ചെയ്യുന്നില്ല, വേറൊന്നും, എപ്പോഴും ഹാപ്പിയാണ് എന്നൊരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത്. അങ്ങനെ ശരിക്കും വൈദ്യർക്ക് എപ്പോഴും സന്തോഷം തന്നെയാണോ? പ്രീസ്റ്റ്ഹുഡ് ഹാപ്പിനെസ് ആണ്, ഈ പൗരോഹിത്യം ഹാപ്പിനെസ് ആണ്. ബട്ട് ഈ പ്രീസ്റ്റ് എപ്പോഴും ഹാപ്പി അല്ല. എനിക്ക് സങ്കടങ്ങളുണ്ട്, എനിക്ക് ദുഃഖങ്ങളുണ്ട്, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ക്രൈസിസുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ, ടെൻഷനുകൾ, പഴയ ട്രോമ ഓർമ്മകളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, നമ്മുടെ കോംപ്ലക്സുകൾ എല്ലാം ഉണ്ട്, അൺഹാപ്പിനെസ് ഉണ്ട്. ആസ് എ പ്രീസ്റ്റ് ഐ എം അബ്സല്യൂട്ട്ലി ഹാപ്പി, നോ ഡൗട്ട്. ആസ് എ ഹ്യൂമൻ ബീങ് ഹാപ്പിനെസ്സിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലല്ലോ എപ്പോഴും സംഭവിക്കുന്നേ. നമുക്ക് ഇപ്പം നമ്മൾ നന്മ ചെയ്തിട്ടും ചിലപ്പം ഇടി തിരിച്ചു വരാം. നമ്മൾ ഒത്തിരി ആൾക്കാരെ പിടിച്ചു കയറ്റി, ചിലപ്പോൾ ആ പിടിച്ചു കയറ്റിയ ആൾക്കാരെ നമ്മളെ ചവിട്ടി താഴ്ത്തിയേക്കാം. ഒരു ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ സ്ട്രഗിൾസും എല്ലാ അച്ഛന്മാർക്കും ഉണ്ടായിട്ടൊന്നും അറിയില്ല. ഐ ഹാഡ് എൻ്റെ കഴിഞ്ഞ 8 വർഷത്തെ വൈദിക ജീവിതത്തിൽ ഐ ഹാഡ് എ ലോട്ട്. അംറ്റീൻ എണ്ണി തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ കരഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ട്. അൺഹാപ്പിനെസ് ഒത്തിരി തവണ, ഇറിറ്റേഷൻസ് ഒത്തിരി തവണ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര വൾണറബിളായിട്ട് ഒക്കെ പോയിട്ടുണ്ട്. ബട്ട് ആ ബലിപീഠത്തിൽ അതെല്ലാം തീരും. ഈ തിരുശരീരം മുറിക്കുന്ന സമയത്ത് അത് തീർന്നിട്ടുണ്ട്. ബട്ട് ഓർമ്മകൾ അപ്പോഴും ഉണ്ട്, സങ്കടങ്ങൾ, വൈ ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല. വേണ്ടാന്ന് ഞാൻ വെച്ചു ചില ഉത്തരങ്ങൾ, കിട്ടുകയല്ലെന്ന് അറിഞ്ഞു ചില കാര്യങ്ങളിൽ. നമ്മുടെ കുഞ്ഞു ജീവിതമല്ലേ, ഈ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, അത് നോട്ട് പോസിബിൾ അല്ലേ. ഏറ്റവും ദുഃഖത്തിലും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ദിവസം കൂടെ നോക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഈ ടെൻഷൻ വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, മനുഷ്യർ കൊണ്ടുവരുന്നതായിരിക്കാം, സാഹചര്യങ്ങൾ കാരണം വരുന്നതായിരിക്കാം. ഇപ്പം ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ദൂരെ കളയാൻ തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങൾ. പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ചല്ല കേട്ടോ, ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടേ നമുക്ക് ഒരു തരത്തിലും സപ്പോർട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അത്രയും നേരം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാർ പോലും ആസ് ഇഫ് ഇറ്റ് നെവർ ഹാപ്പൻഡ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ തിരിഞ്ഞു നിന്ന് കളയും. ആർക്കും വേണ്ട, പിന്നെ എനിക്ക് എന്നെ അത്രടാ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു വോയിസ് ഇതാണ്, ജസ്റ്റ് അനദർ ഡേ, നമുക്ക് നാളെ നോക്കാം, നാളെ അറിയാം, നാളെ ഒന്നുകൂടെ നിൽക്കാൻ തോന്നും. എനിക്ക് എപ്പോഴും അങ്ങനെ ഇതിനെ ഓവർകം ചെയ്തിട്ടുള്ളൂ. ഹാപ്പിനെസ് കിട്ടിയോന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിലും ഇല്ല, പക്ഷേ ഇട്ടേച്ച് പോയിട്ടില്ല, പുറകോട്ട് പോയിട്ടില്ല ഒരു കാര്യത്തിലും, ഉറപ്പാണ്. എന്ത് വന്നാലും മുമ്പോട്ട് പോകണം തന്നെയാണ്. കരഞ്ഞിട്ടുണ്ടേ, ഇഷ്ടം പോലെ തവണ കരഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള അമ്മയുടെ മുമ്പിലാണ്, ബാക്കി കർത്താവിൻ്റെ മുമ്പിലായിരിക്കും. ആ കാര്യത്തിൽ മാത്രം കർത്താവിന് ഞാൻ സെക്കൻഡ് പ്ലേസ് കൊടുത്തെന്ന് തോന്നുന്നു. അമ്മയുടെ മുമ്പിൽ എല്ലാം കരഞ്ഞേ. അമ്മ എൻ്റെ ഒരു കുമ്പസാരക്കൂടായിരുന്നു. എൻ്റെ പാപങ്ങൾ അമ്മയ്ക്കറിയാം, എൻ്റെ കുറവുകൾ അമ്മയ്ക്കറിയാം, ഞാൻ എവിടെയാണ് വൾണറബിൾ ആയിട്ട് നിൽക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. കുമ്പസാരക്കൂട്ടിൽ ഈശോയ്ക്കും ഇതൊക്കെ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മയോട് പറയാത്തതായിട്ട് എനിക്കൊന്നും ഇല്ല. അമ്മയോട് പറയാൻ പറ്റാത്തതൊന്നും ചെയ്യരുതെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ, ഭയങ്കര കണക്ഷൻ. ഒരു അമ്മക്കുഞ്ഞാലേ അച്ഛൻ, അമ്മയുടെ എല്ലാം അമ്മക്കുട്ടൻ. അമ്മയോടെന്ന് പറഞ്ഞാൽ അമ്മ മാത്രമേ ഉള്ളടോ, അതുകൊണ്ടാണ്. ചാച്ചനൊരു 2 വർഷം മുമ്പ് മരിച്ചു. അമ്മയോടാണ് ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയത് കുറച്ചധികം നാളുകളായിട്ട്. പ്രത്യേകിച്ച് ഞാനൊരു പ്രീസ്റ്റ് ആയതിനു ശേഷം അമ്മയോട് ഞാൻ കൂടുതൽ അടുത്തു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇത്രയധികം പ്രാർത്ഥിക്കുന്ന, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന വേറൊരു മനുഷ്യജീവി ഈ ഭൂമിയിൽ വേറെ ഇല്ല. എല്ലാ ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ അത്ര ഫ്രം ദ ഹാർട്ട് പ്രാർത്ഥിക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മുട്ടക്കുത്തി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ പ്രീസ്റ്റ്ഹുഡ് അമ്മയുടെ മുട്ടയിലാണ്. അതുകൊണ്ട് അമ്മയുടെ അറ്റാച്ച്ഡാണ്. ചാച്ചനോട് ചൈൽഡ്ഹുഡിൽ ഒത്തിരി ക്രൈസിസുകൾ വന്നു. ചാച്ചൻ നന്നായിട്ട് ചാച്ചൻ ഒത്തിരി മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. ചാച്ചനെ ഒത്തിരി സ്നേഹിച്ച് പൈസ വാരിക്കോരി കൊടുക്കും. ഒത്തിരി ആൾക്കാരെ ഒത്തിരി അല്ല, ഇപ്പോൾ 2 പേരെ മാത്രമായിട്ട് സ്ഥിരം സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ പറയുമായിരുന്നു ഇത് ശരിയല്ല എന്ന് പറയാം. സഹായിക്കുവാണെങ്കിൽ എല്ലാവരും സഹായിക്കണ്ടേ, പക്ഷെ ചാച്ചൻ 2 പേരെ സഹായിക്കുള്ളത്. ഒന്ന് ഈ ബാറ് നടത്തുന്നവനെയും പിന്നെ കള്ളുഷാപ്പ് നടത്തുന്നവനെയും. ചാച്ചൻ എന്തോ അവരെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചാച്ചൻ്റെ ഷേപ്പ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞാൻ നേരെ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ ഫണ്ണായിരുന്നു എനിക്കത്. ചാച്ചൻ കുടിച്ചിട്ട് വരുന്നു, ഹാവ് ഐ ക്യു ലൂ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഐ മോദകനെ ജീരകനെ, ഇതാണ് ചാച്ചൻ്റെ സ്ഥിരം പാട്ട്. സ്കൂളിൽ പഠിപ്പിച്ച ഒരു പദ്യം പോലും നമുക്ക് ഓർമ്മയില്ല. പക്ഷെ ചാച്ചൻ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ബോറിംഗ് ഫോർ മീ.
ചാച്ചൻ അച്ചപ്പവും മിച്ചറും ഒക്കെ കൊണ്ടുവരും എന്നാ കുടിച്ചിട്ട് വന്നാലും. ചേച്ചിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അവളുടെ പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിഞ്ഞങ്ങ് പോയി. ഞാൻ മാത്രമായി വീട്ടിൽ. ഒരു എൻ്റെ സന്തോഷം മുഴുവൻ അവിടുത്തെ കണ്ടത്തിലെ ക്രിക്കറ്റ് കളി. ഞങ്ങളുടെ കുറച്ച് ഗ്യാങ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുന്നു. പച്ചവെള്ളം പോലും മാത്രം കുടിച്ചിട്ട് പോയി ക്രിക്കറ്റ് കളിക്കുന്നു. ഇതായിരുന്നു ഭയങ്കര സന്തോഷം. ചൈൽഡ്ഹുഡിലെ ഏറ്റവും വലിയ അത്രയും കൂട്ടുകാർ അന്നുണ്ടാകും. ടുഡേ നോ. എനിക്ക് ഇന്നൊരു 3 സുഹൃത്തുക്കളേ ഉള്ളൂ. വളരെ ചൂസിയായി ആ കാര്യത്തിലും. 3 സുഹൃത്തുക്കളേ ഉള്ളൂ എനിക്ക്. അന്ന് അങ്ങനെ അല്ല. എല്ലാവരും ഞങ്ങളുടെ അടുത്തുള്ള മദ്രസയിലെ മുസ്ലിം പിള്ളേരുടെ ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് ആ ഗ്രൂപ്പിൽ കയറെങ്കിൽ 1 രൂപ കൊടുക്കണം. അന്ന് 1 രൂപ വലുതാണ്. വീട്ടിൽ നിന്ന് 1 രൂപ മേടിച്ച് സ്കൂളിൽ എന്തോ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് 10 പേര് ഞങ്ങളുടെ മുസ്ലിം കൂട്ടുകാരാണ്. ഒരുത്തൻ ക്രിസ്ത്യാനി. അവരെൻ്റെ പേരൊക്കെ മാറ്റി ഇസ്മായിൽ നിന്ന്. അന്നായിരുന്നു എൻ്റെ ആദ്യ മതപരിവർത്തനം. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നതല്ലേ നമുക്ക് വലിയ സന്തോഷമല്ലേ. വീട്ടിൽ വരുമ്പോൾ പൊതുവെ അടിയുണ്ടാവും. ചാച്ചൻ കുടിച്ചിട്ട് നല്ല കീറുമായിരുന്നു എനിക്കിട്ട്. അതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചൊറിയുന്ന വർത്താനൊക്കെ പറയും കേട്ടോ. അതുകൊണ്ടായിരുന്നു ചാച്ചനുമായിട്ട് അത്ര നല്ല ബന്ധമായിരുന്നില്ല അന്ന്. ഇറ്റ് വാസ് വെരി ഭയങ്കര കുഴപ്പം പിടിച്ചായിരുന്നു. പക്ഷെ സെമിനാരിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അധികം കാണുന്നില്ല. പക്ഷെ അവധിക്ക് വരുമ്പോഴത്തേനും ഞാനിങ്ങനെ 2-3 വർഷമൊക്കെ ചാച്ചനോട് പിണങ്ങി, ചാച്ച ഇത് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറയുന്നത്. ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ഞാനങ്ങ് വീട്ടിലൊക്കെ വന്ന സമയത്തൊക്കെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അമ്മേനെ അത് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ചേച്ചി കാണുമ്പോൾ എന്നെ വഴക്ക് പറയായിരുന്നു. അപ്പനോട് തട്ടിക്കറിയുന്നു. അമ്മയോട് ഞാൻ പറയുന്നു, അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷെ അമ്മേനെ തിരുത്തി ഒറ്റ കാര്യത്തേ ഉള്ളൂ, കുടിക്കുന്നുണ്ട് പക്ഷെ അത് നിൻ്റെ അപ്പനാണ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. യു റെസ്പെക്ട് മലയാളത്തിൽ കേട്ടോ, നീ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ എങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അമ്മേനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ചാച്ചൻ മാറും, ചാച്ചൻ്റെ കുടി മാറും. ഞാൻ അമ്മേനെ കളിയാക്കിയിട്ടുണ്ട്, നാണമില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, നാളെ അച്ഛനായവൻ്റെ ആന. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്, അമ്മയ്ക്ക് നാണമില്ലെന്ന് ചോദിച്ചു. അമ്മ എന്നോട് പറഞ്ഞു നാണമില്ല, ഞാൻ മുട്ടുകുത്തിക്കുന്ന എൻ്റെ അപ്പൻ്റെ മുമ്പിലാണ്, കൈവിരിച്ച് പിടിച്ചേക്കുന്ന എൻ്റെ അപ്പൻ്റെ മുമ്പിലാണ്. ഞാൻ ഒരുത്തൻ്റെ മുമ്പിൽ മുട്ടും കുത്തത്തില്ല, ഒരുത്തൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ അപ്പൻ അനുവദിക്കത്തില്ല. അപ്പൻ ഈശോ. 10-27 വർഷം അമ്മ പ്രാർത്ഥിച്ചു. എനിക്ക് പട്ടം കിട്ടുന്ന ആ സമയങ്ങളാണ് ചാച്ചൻ്റെ കുടിയൊക്കെ നിൽക്കണേ. നിർത്തി. ഇറ്റ് വാസ് എ ബിഗ് മിറക്കിൾ. ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നായിരുന്നു. എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ അബ്രപ്റ്റ്ലി സ്റ്റോപ്പിങ്. ധ്യാനം കൂടിയിട്ടൊന്നുമല്ല, അമ്മ മുട്ട നിന്നിട്ടാണ്. അമ്മ അങ്ങനെ മുട്ട നിന്നുകൊണ്ട് എസ് പോലെ നിന്ന് ചാച്ചൻ നേരെ നിന്നു. പക്ഷെ കുടി നിർത്തിയപ്പോൾ തന്നെ ചാച്ചൻ്റെ കൈ നിന്നെല്ലാം പോയി. ചാച്ചൻ കുറച്ചുകൂടെ സ്പിരിച്വൽ ആയെന്ന് തോന്നുന്നു ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ട്. ഞാൻ 29-ാം വയസ്സിൽ അച്ഛനാവുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാച്ചനെ കെട്ടിപ്പിടിക്കണത്. ഒത്തിരി കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചാച്ചൻ്റെ അടുത്ത് കിടന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നുണ്ട്. ബിക്കോസ് ഐ മിസ്ഡ് മൈ ചൈൽഡ്ഹുഡ്. അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ചാച്ചൻ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ചാച്ചനെ ഞാൻ പോയി കെട്ടിപ്പിടിച്ച് അടുത്ത് കിടക്കുമ്പോൾ ചാച്ചൻ കരയുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ ചൈൽഡ്ഹുഡ് മാത്രമല്ല മിസ്സായത്, ചാച്ചന് ഹീ മിസ്ഡ് ഹിസ് ഒരപ്പൻ എന്ന നിലയിൽ ചാച്ചന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചാച്ചന് മിസ് ചെയ്തു. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് മേടിച്ച് കോട്ടയം പാമ്പാടിയിലേക്ക് ആദ്യം വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ചാച്ചൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വന്നു. ഞാൻ പറഞ്ഞു, ചാച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ചാച്ചൻ്റെ എന്നോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, എനിക്ക് കൂടി നിർത്തണം ഞാൻ ഒത്തിരി മുമ്പേ ആഗ്രഹിച്ച മോനെ, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. ഫ്രം ദാറ്റ് ഡേ ഓൺവേഴ്സ് എൻ്റെ അപ്പനെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. വിട്ടുകൊടുക്കാണ്ട് ഞാൻ സ്നേഹിച്ചു. കണ്ടിന്യൂ ചെയ്യണം. കുഴപ്പമില്ല. സോറി. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചാച്ചനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെയാണ് ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയത്. വഴക്കം അങ്ങനത്തെ ഇതൊന്നും അല്ല, പക്ഷേ എനിക്ക് ഐ ഗോട്ട് ബാക്ക് മൈ ഫാദർ. എൻ്റെ അപ്പായ എനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള അതെനിക്ക് ശരിക്കുള്ള നമ്മുടെ ഒന്നാന്തരം അപ്പായാണെന്നെല്ലാം കാണിച്ചു തന്നെ. ബട്ട് ഇറ്റ് ഹാഡ് നോട്ട് എ ലോങ് റൺ. ഒത്തിരി ഓട്ടം അത് ഓടാൻ പറ്റിയില്ല. 2022 ഒക്ടോബർ 22 ചാച്ചൻ പെട്ടെന്ന് മരിച്ചു. ഞാൻ കരഞ്ഞില്ല, ഞാൻ നിന്നു, ഞാൻ പിടിച്ചു നിന്നു. എന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു 2-3 മാസമായിരുന്നു എൻ്റെ ഒരു വലിയൊരു എംപ്റ്റിനെസ്, ഭയങ്കര ബുദ്ധിമുട്ട്. 2022 ഡിസംബർ 18. കാരണം എന്നെ സങ്കടപ്പെടുത്തിയത് മുഴുവൻ ഇതായിരുന്നു. ഒരു വലിയ ഇൻസിഡൻ്റ് ഉണ്ടായി. കണ്ണൂർ ആശ്രം മിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ചാച്ചൻ്റെ മരണം രേഖപ്പെടുത്തി കൈ കിട്ടുക.
അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ പാലായിൽ സെൻറ്റ് തോമസ് കോളേജിൽ യൂത്തിന് വേണ്ടി ഒരു ടോക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പിള്ളേർ കഴിഞ്ഞ് വർത്താനൊക്കെ പറയുന്ന സമയത്ത് എനിക്കൊരു ട്രാവൽ അലവൻസ് പോലെ ഇച്ചിരി പൈസയൊക്കെ എൻ്റെ കയ്യിലൊക്കെ എടുത്ത് തന്നു. ഞാനത് തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിള്ളേരല്ലേ, അവർ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്, അവർക്ക് അവരുടെ ഫണ്ടിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇല്ല അച്ഛൻ ഇവിടെ വന്ന് എല്ലാവർക്കും കൊടുത്തു, അച്ഛൻ മേടിച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം തിരിച്ചു കൊടുത്തിട്ട് ഒരു ഡയലോഗ് രാവിലെ 11:01 പറയണത്. ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് വേണ്ട, എനിക്ക് അപ്പ റിച്ചിടാന്ന് പറഞ്ഞു. മൈ ഡാഡി സോ റിച്ച് എന്ന് പറഞ്ഞു. ഒരു അച്ഛൻ എന്ന നിലയിൽ അച്ഛൻ്റെ അപ്പൻ ഈശോയാണ്, അപ്പൻ റിച്ചാടാന്ന് പറഞ്ഞു. ചാച്ചൻ്റെ മരണം രേഖപ്പെടുത്തുന്നത് 11:01 മോളിൽ ഇരുന്നിട്ട് ആൾ പറയാണ് നൗ യു പ്രൂവ് ഇറ്റ്, നിൻ്റെ ശരിക്കുള്ള അപ്പം ഞാനവിടെ നീ പ്രൂവ് ചെയ്യണം. ചാച്ചൻ്റെ മരണത്തിൻ്റെ ഈ ബോഡി കെട്ടണ സമയത്ത് കണ്ണൂർ ആശ്രമം എംസി എന്നാണ് ബോഡി കെട്ടണം. അപ്പോൾ ഈ എനിക്ക് ഉണ്ടായ വലിയ ക്രൈസിസ് അവിടെ ആയിരുന്നേ. ഈ പിന്നെ ചാച്ചനെ ഉടുപ്പിക്കാൻ വേണ്ടി മരിച്ചു കിടക്കുമ്പോൾ പുത്തൻ ഉടുപ്പൊക്കെ കൊടുക്കണമല്ലോ. ഞാനാണല്ലോ അപ്കമ്മിങ് കുടുംബനാഥൻ. അപ്പോൾ നേഴ്സ് പറഞ്ഞു പോയി പുതിയ ഉടുപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താഴെ ലോഞ്ചിൽ പോയിട്ട് ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും പറഞ്ഞു. ഈ അവിടെ കടയിൽ നിന്ന് പെങ്കുഞ്ഞ് എന്നോട് ചോദിച്ചു ഷർട്ടിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു. ബൈബിളൊക്കെ കുത്തിരുന്ന് പഠിക്കുന്ന അച്ഛൻ, നാട്ടുകാരെ മുഴുവൻ ഗുണദോഷിക്കുന്ന അച്ഛൻ, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലോട്ട് കയറിപ്പോയെ. മകൻ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയി നിൽക്കുന്നൊരു സമയമാണ്. കാരണം അപ്പനെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നന്നായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ ചാച്ചൻ്റെ ഷർട്ടിൻ്റെ സൈസ് എനിക്ക് പിടിയില്ല. ചിലപ്പോൾ വളരെ ലൈറ്റായിട്ട് തോന്നാം, പക്ഷേ എനിക്കതൊരു വലിയ ക്രൈസിസ് ആയിരുന്നു. എൻ്റെ ചാച്ചൻ്റെ ഷർട്ടിൻ്റെ സൈസ് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊച്ചിനോട് പറഞ്ഞു എൻ്റെ ഇത്രേ പൊക്കമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്തായാലും പെർഫെക്റ്റ്ലി ഫിറ്റ്. അതിപ്പോഴും ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോഴും അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് ഈ പ്രത്യേകിച്ച് അപ്പനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഉള്ളൊരു സമയമുണ്ടേ, ആ സമയം നമ്മൾ ഇതൊന്നും ആലോചിക്കില്ല. ചിലപ്പോൾ വഴക്കുണ്ടാക്കും, മെക്കിട്ട് കയറും, അനുസരിക്കത്തില്ല, ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കുന്നൊക്കെ പറഞ്ഞു. ബട്ട് ദർ വിൽ കം എ ടൈം, നിങ്ങളുടെ വിളിപ്പാടകലെ നിങ്ങൾ കൈ നീട്ടുമ്പോഴൊന്നും അവരില്ലാത്തൊരു സമയം ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. നമുക്ക് അപ്പോഴും കൂട്ടുകാരുണ്ടാവേ, ചിലപ്പോൾ അപ്പോഴും ജീവിത പങ്കാളി ഉണ്ടാവും, അപ്പോഴും മക്കളുണ്ടാവും. പക്ഷെ വൺസ് യു മിസ് യുവർ പേരൻസ് ഭയങ്കരമാണ്. എല്ലാവർക്കും ഒരു പേരൻ്റൽ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ എന്നെ സംഭവിച്ചാലും ഞാനും കെന്നയും നമ്മൾ ആരെങ്കിലും എന്ത് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ചെന്നാലും അവസാനം നമുക്ക് കയറി ചെന്ന് തലയായിക്കാൻ പറ്റുന്ന ആ മടി, ആ ഒരു സ്പിരിച്വൽ പില്ലോ നമ്മുടെ അപ്പനും അമ്മയും മാത്രമാണ്. അവർ കുറ്റം പറയത്തില്ല. ചിലപ്പോൾ കിഴുക്കുമായിരിക്കും, എന്നാടാ കൊച്ചാന്ന് ചോദിക്കാൻ, പക്ഷേ അവർ നമ്മളെ ചേർത്ത് പിടിക്കും. അതല്ലേ നമുക്കുള്ള ഏറ്റവും വലിയ ട്രഷർ. ഇപ്പം ചിലപ്പോൾ അവർ പറയുന്നത് നമ്മുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ല, നമ്മുടെ അത്ര ഇതില്ല, അതൊക്കെ നമ്മൾ പറയും. ബട്ട് യു മിസ് ദം. ദ ബിഗ്ഗസ്റ്റ് മിസ്സിങ്, അതൊരു ഹ്യൂമൻ മിസ്സിങ് ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് അവിടെ ആയിരിക്കും, അപ്പനെ അമ്മേനെ മിസ് ചെയ്യുന്നത്. 2-3 മാസം എനിക്കത് ഉണ്ടായി. 2022 ഡിസംബർ 18 വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു അർജൻറ്റീനയ്ക്ക് വേണ്ടി. മറഡോണയെ അറിയുന്ന കാലം മുതൽ, ബാറ്റിസ്റ്റൂട്ടെ ഫോളോ ചെയ്ത കാലം മുതൽ, മെസ്സിയെ കണ്ടുമുട്ടിയ കാലം മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേൾഡ് കപ്പ് കിട്ടണം. ആൻഡ് യു റിമെമ്പർ ദാറ്റ് ഡേ 2022 ഡിസംബർ 18. അന്ന് വൈകിട്ട് പാമ്പാടിയിലും മണർകാടും ഞങ്ങളുടെ ഏരിയ ഏറ്റുമാനൂർ കോട്ടയത്തൊക്കെ വലിയ ഫ്ലെക്സ് വെച്ച് നമ്മുടെ പിള്ളേർ, ഫ്ലെക്സല്ല സ്ക്രീനൊക്കെ വെച്ച് നമ്മുടെ പിള്ളേർ ഫുട്ബോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അപ്പനെ തിരിച്ചു കിട്ടിയ രാത്രിയായിരുന്നു. മെസ്സി വേൾഡ് കപ്പ് പോക്കുന്നതിനെക്കാട്ടും ഹാപ്പിനെസ്സിൽ ഞാൻ വേൾഡ് കപ്പ് നോക്കി. എന്നാണെന്നറിയോ, അന്ന് എരുമേലി ആ CC നഴ്സിംഗ് കോളേജിൽ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. എൻ്റെ കൂടെ പാട്ട് പാടുന്നൊരു ചേട്ടൻ്റെ ആൽബി എന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്ത് മനസ്സിൽ കണ്ടോ അത് പുള്ളി പാടിക്കളയും, അത്രയും സിങ്കാണ്. അപ്പോൾ ആൽബി ചേട്ടൻ്റെ അപ്പച്ചൻ അന്ന് പാലാമ്മ അരിയൻ ഹോസ്പിറ്റലിൽ മേലാണ്ട് കിടക്കാണ്. ഇപ്പം ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ വർത്താനം പറയും, രണ്ടുപേരും തുല്യദുഃഖിതരാണ്. ആൽബി ചേട്ടൻ്റെ അപ്പച്ചൻ മേലാണ്ട് കിടക്കുന്നു, പക്ഷെ അപ്പോഴും ധ്യാനത്തിന് പോകണം, ഒരു ഇതില്ല, കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് കൂടെ നിൽക്കണം. ഞാൻ ചാച്ചനെ മിസ് ചെയ്തൊരു 3 മാസമായിട്ട് നിൽക്കുന്നു. ഞാൻ ആൽബി ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ചാച്ചനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം ആൽബി ചേട്ടാ, എനിക്കിപ്പോൾ കത്തി വെക്കാൻ ഒരാളില്ല. ചാച്ചനോട് കൂട്ടുകൂടി കഴിഞ്ഞിട്ട് പിന്നെ അതായിരുന്നു, മണിക്കൂറുകൾ കത്തിവെക്കലാണ്. ചാച്ചന് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ലൊട്ടടിച്ചുകൊണ്ടിരിക്കുക തന്നെ. വേറെ ആരോടും നമ്മളങ്ങനെ മിണ്ടുന്നില്ല. ചാച്ചനും അങ്ങനെ തന്നെ അധികം ആരോടും മിണ്ടുന്നില്ല. ഞങ്ങൾ ഭയങ്കര വർത്താനം, എന്നൊക്കെ പറഞ്ഞ ഓസോൺ പാളിയിലെ വിള്ളൽ, അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൾ, പിന്നെ പക്കാ ലോക്കൽ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മിസ് ചെയ്തു. അമ്മ എപ്പോഴും അവിടെ ഉണ്ട്, എന്നെ കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും ഒക്കെ. പക്ഷേ ചാച്ചനെ മിസ് ചെയ്തിരുന്നു. ആൽബി ചേട്ടൻ പറഞ്ഞു അച്ഛൻ്റെ അപ്പൻ എവിടെയും പോയിട്ടില്ലെന്നാണ്, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോഴും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ ആൽബി ചേട്ടൻ 2 വരി പാടി. ഞാൻ ചാച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞതെന്നാണ്. അത് ചാച്ചൻ മിസ് ചെയ്തതിൻ്റെ കരച്ചിലല്ലായിരുന്നു. അപ്പം പോയാലും ഒരാൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു: കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ, നിന്നിൽ ഞാൻ കാണുന്ന എൻ്റെ അപ്പായെ. ആൽബി ചേട്ടൻ പറഞ്ഞു അച്ഛൻ്റെ അപ്പൻ എവിടെയും പോയിട്ടില്ലെന്ന്, ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. പെയിൻ ഉണ്ടായോ എന്ന് ചോദിച്ചല്ലേ തുടങ്ങിയ. ഒരു പക്ഷേ ഞാൻ ഏറ്റവും പൊട്ടിക്കരഞ്ഞത് അപ്പോഴായിരിക്കും. പക്ഷെ അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല.
അല്ലാതെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു പുരോഹിതൻ കരയാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് ആരാധനയുടെ മുമ്പിൽ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. കമിഴ്ന്ന് കിടന്ന് മുട്ടുകുത്തി നിന്ന് തലയും കുത്തി പള്ളിക്കൂടെ എഴുന്നേറ്റ് നടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഉത്തരം കിട്ടിയിട്ടില്ല പലതിനും, ബട്ട് ഹീ സ്റ്റിൽ ദെയർ. അതാണ് എൻ്റെ ഉത്തരം. അപ്പൊ അച്ഛൻ വന്നത് അച്ഛൻ്റെ എന്നായിരുന്നു പണ്ടത്തെ വീഡിയോസിലൊക്കെ കുഞ്ഞിടവക എന്നാണ് വന്നത്, ചെറിയൊരു ഇടവക. ആ ചെറിയൊരു ഇടവക ഇന്ന് ലോകമെമ്പാടും അറിയുന്ന എന്താ പറയാ ഒരു വിശുദ്ധ നാടായി, അതെ, വലിയ അത്ഭുതം നടന്നു, വിശുദ്ധ നാടായി മാറിയിരിക്കുന്നു, വിശുദ്ധ പള്ളിയായി മാറിയിരിക്കുന്നു. അപ്പം വിളക്കുന്നൂരല്ലേ, വിളക്കുന്നൂർ പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ട് അത് ഭയങ്കര ഇപ്പൊ എന്താ പറയാ എങ്ങൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് വരുന്നോണ്ടിരിക്കുന്നത്. ഡെയിലി അവിടെ ഇപ്പൊ 5ഉം 6ഉം കുർബാനകളാണ്. എന്ത് തോന്നുന്നു ഒരു ഇടവകക്കാരൻ എന്ന നിലയിലും? ഒത്തിരി 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 സന്തോഷവും അതിനെക്കാട്ടും വലിയൊരു ആനന്ദമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ആ പള്ളി ഒരു 5 പൈസ നാണയത്തിന്റെ ഷേപ്പിലാണ് ആ പള്ളി ഇരിക്കണേ. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ എന്ന് പറഞ്ഞൊരു കുഞ്ഞിടവകയാണ്. 5 പൈസയുടെ ഷേപ്പ്, പഴയ 5 പൈസയുടെ ഷേപ്പിലാണ്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ആ 5 പൈസ നാണയത്തിന്റെ ഷേപ്പിലുള്ള പള്ളിയിലേക്ക് ആൾക്കാർ വരും. അത് ഇന്ത്യയിലെ ആ ഒരു യുക്കരിസ്റ്റിക് കോൺഗ്രസിന്റെ സ്പേസ് ആയിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതായത് അതിനെക്കുറിച്ചുള്ള ഒത്തിരി വീഡിയോസൊക്കെ അവൈലബിൾ ആണ്, ഇപ്പോൾ കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന, ആ അത്ഭുതം അവിടെ മാത്രം നടക്കുന്നതല്ല, എല്ലാ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്ന അത്ഭുതമാണ് ഈശോയുടെ സാന്നിധ്യം. ഈശോയുടെ സാന്നിധ്യം ശരിക്കും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പല സമയങ്ങളിലായിട്ട് സഭയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു അത്ഭുതമാണ്. ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന്, അതായത് തിരുമുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ദ ഫസ്റ്റ് ടൈമാണ്. അപ്പം അത് ഇൻ്റർനാഷണലി അത്ര വലിയ ഒരു കാര്യമാണ്. ഒരു ഹോൾ ചർച്ചിനെ നോക്കിയാൽ തന്നെ ഭയങ്കരമായൊരു ഇടവക്കാരൻ നിലയിൽ എനിക്കെന്തൊരു സന്തോഷമാണെന്നുള്ളത് വെച്ചാൽ, ഞാൻ മാമോദീസ മുങ്ങിയത് മുതൽ തിരുപ്പട്ടം സ്വീകരിച്ച വരെയുള്ള എല്ലാ കൂദാശകളും സ്വീകരിച്ച സ്ഥലമാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഇത് ഔദ്യോഗികമായിട്ട് പ്രതിഷ്ഠിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹം അവിടുത്തെ വികാരിയച്ഛൻ തോമസ് അച്ഛനെ, കീഴാരത്തിൽ തോമസ് അച്ഛനെ ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുകയാണ്. അവിടുത്തെ ഇത് പ്രതിഷ്ഠിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആരാധന ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ആ കംപ്ലീറ്റ് നൈറ്റ് അഡോറേഷൻ ആയിരുന്നു. എന്നിട്ട് രാവിലെ 5 മണിക്കിട്ടുള്ള ആദ്യത്തെ കുർബാനയും അച്ഛൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് അതിന് വലിയൊരു സന്തോഷം വരുന്നു. പള്ളി അതുകൊണ്ട് അത്രയും ഇപ്പോഴും ഒത്തിരി ആൾക്കാർക്ക് വരാവുന്ന ഒരു സ്ഥലമാണ്. അതെ, ഞാൻ ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അടുത്ത മാസം കണ്ണൂർ പോകുമ്പോൾ എന്തായാലും പോകണം.